കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ പ്രവേശനോത്സവത്തോടൊപ്പം ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ 2 വിദ്യാർത്ഥികളെ സ്കൂൾ ആദരിച്ചു. മികച്ച അക്കാദമിക് നേട്ടങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ ഈ ആത്മീയ നേട്ടം സ്കൂളിന് അഭിമാനം പകരുന്നതാണ്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രത്തെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ 2026-27 അധ്യയന വർഷാരംഭത്തിൽ സംഘടിപ്പിച്ച പരിപാടി വേറിട്ടതായി. പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിനോടൊപ്പം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ 2 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ആദരവ് നൽകി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്ന സ്കൂളിൽ നടന്ന ചടങ്ങിൽ മികച്ച അക്കാദമിക് നേട്ടങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ ഈ ആത്മീയ നേട്ടം വലിയ ആഘോഷമായി മാറി. ഷാഹുൽ ഹമീദ് റസിയ ദമ്പതികളുടെ മകൻ ഹാഫിൾ മുഹ്യുദ്ദീൻ മിസാബ്, അബ്ദുൾ റസാഖ് നബീസ ദമ്പതികളുടെ മകൻ ഹാഫിൾ അബ്ദുൽ നൌഫൽ എന്നിവരെയാണ് സ്മരണിക നൽകി ആദരിച്ചത്. തുടർന്ന് ഹാഫിളുകളായ വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആനിലെ അവസാന വചനങ്ങൾ പാരായണം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാൻ അരിമല, പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ, കോർഡിനേറ്റർമാരായ സക്കിയ ബാനു, ആയിഷ, അനൂദ്, ഖൈറുന്നിസ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ഈ ഉന്നതമായ ആത്മീയ നേട്ടത്തിന് ആദരമർപ്പിച്ചും ബാരക്കല്ലാഹു ഫീക്കും എന്ന് ആശംസിച്ചും സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും അനുമോദനങ്ങൾ അറിയിച്ചു. മറ്റു വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ് ഇവരുടെ ഈ നേട്ടമെന്ന് സ്കൂൾ അധികൃതർ അഭിപ്രായപ്പെട്ടു. Because you are all now gathered here in the second floor. This is the new experience. Now the students, those who sat in different classes, you got good experience today. The first impression is the best impression. Today we have different things to discuss. The first thing, I would like to welcome you all to this new campus. I mean the new things, new facilities, as well as the new academic year. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.